ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK വീണ്ടും അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മലയാളി സമൂഹത്തിൽ. അതായത് നോർത്തേൺ അയർലൻഡിലെ ഒരു മലയാളി കുടുംബത്തിൽ, അത് കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ 29 വയസ്സേ ഉള്ളൂ. 29 വയസ്സുള്ള ഒരു യുവാവ് വീടിന് തീയിട്ട് ഭാര്യയ്ക്ക് കാര്യമായ പൊള്ളലേറ്റും ഭാര്യ ആശുപത്രിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ പിന്നെയും കൂടി വരികയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് 25% പൊള്ളലേറ്റിട്ടുണ്ട്. അതായത് ഒരുമാതിരി കാര്യമായിട്ടുള്ള പൊള്ളലേറ്റിട്ടുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പം അതായത് അരയ്ക്ക് മുകളിലോട്ട് വയറിനും അങ്ങനെ അതിന് മുകളിലോട്ടുള്ള ചെസ്റ്റ് ഭാഗത്തുമൊക്കെ ആയിട്ടാണ് ഈ പൊള്ളലേറ്റിരിക്കുന്നത്. ഭാര്യ ആശുപത്രിയിലെ ചികിത്സയിലാണ്. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു റിമാൻഡ് വെച്ചിരിക്കുകയാണ്. ഇപ്പം റിമാൻഡ് വെച്ചിരിക്കുന്നത് തന്നെ ഇപ്പം അതായത് പുള്ളിക്കാരന് പോകാൻ ആ വീട്ടിലേക്ക് പിന്നെ വിടുകയില്ല. ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ വേറെ വീടുകളൊന്നുമില്ല പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് റിമാൻഡ് വെച്ചിരിക്കുകയാണ്. ഇവർ വന്നിട്ട് നോർത്തേൺ അയർലൻഡിൽ വന്നിട്ടും അധികം കാലം ആയിട്ടുള്ളതല്ല. ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ വീട്ടിൽ വെച്ചാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതെന്തൊരു കഷ്ടമാണല്ലേ. മണ്ണെണ്ണയുടെ സാന്നിധ്യം കണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ മണ്ണെണ്ണ എങ്ങനെ ഇവിടെ UK മണ്ണെണ്ണ കാര്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവം അല്ല. അപ്പോൾ അതെങ്ങനെ എത്തിപ്പെട്ടെന്നുള്ളതും ഒരു സംശയാസ്പദമായ കാര്യമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഭാര്യ ഭർത്താവിനെതിരായിട്ട് മൊഴി കൊടുത്തിട്ടില്ല എങ്കിൽ പോലും അയൽവാസികൾ ഇവിടെ നിന്ന് നിരന്തരമായിട്ട് കലഹം ഉണ്ടാകുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കും. ഇപ്പം മലയാളികൾ ഇത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിനാണ് ഇവർ വിവാഹിതരായിട്ടും ഒത്തിരി നാളായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നോർത്തേൺ അയർലൻഡിൽ വന്നിട്ടും ഒത്തിരി നാളായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ജോലിക്ക് ചെല്ലുമ്പോഴും എൻ്റെ മുഖത്ത് ഉപദ്രവിച്ചതിൻ്റെ, അതായത് കണ്ണൊക്കെ ഇവന് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുപ്പ് വരുമല്ലോ, ഇവിടെയൊക്കെ ചതവൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കറുത്തൊക്കെ കരിവാളിച്ചൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് കൂടെ ജോലി ചെയ്യുന്നവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവർ UK എത്തിയിട്ടും ഇവിടെ വിവാഹം കഴിഞ്ഞിട്ടും ഒക്കെ അധികം നാളായിട്ടില്ലെന്നുള്ളതാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മലയാളികൾ UK കൂടി വരുന്തോറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ UK ഇത് കൂടി വരികയാണെന്നുള്ളതാണ് ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം. മറ്റൊരു വേദനാജനകമായ വളരെയധികം വിഷമം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാഞ്ചസ്റ്ററിൽ ഗർഭിണിയായ ഒരു യുവതി റോഡ് മുറിച്ച് കിടക്കുക. അത് സീബ്ര ക്രോസിങ്ങിലായിരുന്നു. പാഞ്ഞു വന്ന കാർ ഇടിച്ച് തെറിപ്പിച്ചു. ഇപ്പം ഗുരുതര അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. മാഞ്ചസ്റ്ററിലാണ്. ഇപ്പം ആ ഗർഭിണിയായിരുന്നു. എത്ര 6 മാസത്തിൽ കൂടുതൽ ഗർഭാവസ്ഥയിലായിരുന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷേ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ യുവതിയുടെ ജീവന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാർ കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് റിപ്പോർട്ട്. ഇപ്പോൾ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഭർത്താവ് ജസ്റ്റ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഭാര്യയെ ഇടിച്ച് തെറിപ്പിച്ചിട്ടിരിക്കുകയാണെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം യെല്ലോ ലൈറ്റാണ്, അതായത് സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ യെല്ലോ ലൈറ്റ് 2 സൈഡിലും വെച്ചിരിക്കുന്നുണ്ട്. അവിടെ ക്രോസ് ചെയ്യുമ്പം ശരിക്കും നമ്മൾ അത് വണ്ടി വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് മാത്രം വേണം കടക്കാൻ. ചിലവരൊന്നും വണ്ടിക്കാരൊന്നും ശ്രദ്ധയില്ലാതെ വരും. ഇപ്പം നഷ്ടം വരുന്നത് നമുക്ക് തന്നെയാണല്ലേ. അപ്പം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അവർ വന്ന് സ്ലോ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ സീബ്ര ക്രോസിങ് കടക്കാവുള്ളൂ. അതിപ്പം വളരെ ഒരു ഭയങ്കരമായൊരു സംഭവമാണ്. ഭർത്താവ് ജസ്റ്റ് മുന്നിലായിരുന്നായിരിക്കും, ഭർത്താവ് അങ്ങ് കടക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രണ്ടുപേരും ഇപ്പം ഭാര്യ ഗർഭിണിയായിരുന്നതുകൊണ്ട് ഭാര്യയ്ക്ക് നടക്കാനൊക്കെ ഇച്ചിരി സ്ലോ ആയിരുന്നായിരിക്കുമല്ലോ, ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഭാര്യയെ മുന്നേ വിട്ടിട്ട് അല്ലെങ്കിൽ കയ്യെ പിടിച്ചോ എങ്ങനെയും നടത്തേണ്ടത്. അത് രാത്രി സമയത്തായി, അതായത് വെട്ടം അധികം ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെ ഉള്ള സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാറുകാരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവരൊട്ടും ശ്രദ്ധിച്ചില്ല. അവർ പാഞ്ഞിങ്ങ് വന്നു, പാവ പെങ്കൊച്ചിനെ ഇടിച്ചിട്ടു. അതിലെ രണ്ടുപേരും റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 16ഉം 17ഉം വയസ്സുള്ള 2 ആൺകുട്ടികളെ ഇതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 16ഉം 17ഉം വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തെന്ന് പോലും വിശ്വസിക്കാനും നമുക്ക് പറ്റത്തില്ല.
അപ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ സേഫ്റ്റി ഇപ്പം റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങളെല്ലാം ഒന്നും നല്ല സേഫായിട്ടൊന്നും അല്ല വരുന്നത്. അവർ നോക്കിക്കോളും അവർ ശ്രദ്ധിച്ചോളൂ എന്ന് വിചാരിക്കരുത്. ഇപ്പം നമുക്ക് ഈ യെല്ലോ ലൈറ്റ് ഉള്ളിടത്തൂടെ നമുക്ക് കടക്കാൻ പറ്റുന്ന വാഹനങ്ങൾ നിർത്തണമെന്നുള്ളതാണോ? പക്ഷേ വരുന്ന വാഹനങ്ങൾ അങ്ങനെ നിർത്തണമെന്നില്ല. അത് ശ്രദ്ധയില്ലാതെ അല്ലെ വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചോട്ടൊക്കെ വരുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അവരൊന്നും ഡ്രൈവിംഗ് വലിയ കോൺസെൻട്രേഷൻ ഒന്നും കാണുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ UK വന്നിട്ട് ഒത്തിരി നാളൊന്നും ആകാത്തവരൊക്കെ, അതായത് സ്റ്റുഡൻസായിട്ടും പിന്നെ കെയർ വിസയിലും വന്നവരൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ, ഒരു 2-3 വർഷങ്ങൾക്കുള്ളിലൊക്കെ. അവർക്കൊക്കെ ഇതിനെക്കുറിച്ചൊന്നും വളരെയധികം ബോധ്യം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെയധികം അവർക്കുള്ള അറിവിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം റോഡിൽ കൂടെ നടക്കുമ്പോഴൊക്കെ. ഇങ്ങനെ അവർ ശ്രദ്ധിച്ചോളും, വണ്ടിക്കാർ ശ്രദ്ധിച്ചോളും എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ചെയ്യരുത്. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. പിന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അന്ന് പറഞ്ഞ പോലെ നമ്മൾ സൂക്ഷിക്കുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വേറൊരു നമുക്ക് പിന്നെ ഓവർസീസ് ഇവിടെയുള്ള OCA കാർഡ് ഹോൾഡേഴ്സിന് ദോഷകരമായിട്ട് വരുന്ന ഒരു പിന്നെ OCA വിസ ഹോൾഡേഴ്സിന് ദോഷകരമായിട്ടുള്ള ചില നിയമങ്ങളാണ് ഇപ്പം ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. പല ആനുകൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.